ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോക ഇസ്ലാമിക ചരിത്രത്തിൽ പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത മഹാനായ പണ്ഡിതനാണ് ഷഹീദ് ഷെയ്ഖ് ഹസനുൽ ബന്ന റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും ചിന്തകളും ഇഖ്വാൻ മുസ്ലിമൂൻ്റെ പ്രവർത്തനവും ലക്ഷ്യങ്ങളുമാണ് നമ്മൾ പ്രധാനമായും കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്താവണം, പ്രവർത്തനം എങ്ങനെയാവണം, അതിൻ്റെ പ്രവർത്തകർ ഏത് തരത്തിലുള്ളതാവണം, അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാവണം എന്നൊക്കെയും 20-ാം നൂറ്റാണ്ടിൽ വളരെ സംഘടിതമായും ഘടനാപരമായും തന്നെ പഠിപ്പിച്ച ആളാണ് ഷഹീദ് ഹസനുൽ ബന്ന. അതിനു മുമ്പ് ധാരാളം മൂവ്മെൻറ്റുകൾ ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷേ 10-ാം നൂറ്റാണ്ടിന് മുമ്പേ തന്നെ ലോകത്ത് വിവിധ തരത്തിലുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് മൂവ്മെൻറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന മൂവ്മെൻറ്റുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. പല മൂവ്മെൻറ്റുകളും അത് സൂഫിസവുമായും തസവൂഫുമായൊക്കെ ബന്ധപ്പെട്ട ത്വരീഖത്തുകളായിരുന്നു. ഓരോ ത്വരീഖത്തുകളും ഓരോ ഭാഗത്ത് അവിടുത്തെ മുസ്ലിം ഐഡൻറ്റിറ്റി സംരക്ഷിക്കുക, അവരുടെ വിശ്വാസ സംരക്ഷണം നടത്തുക, പ്രദേശത്തിൻ്റെ സംരക്ഷണം നടത്തുക, ആ പ്രദേശത്തിലെ ഭരണകൂടത്തെ നന്നാക്കുക, ഇസ്ലാഹ് ചെയ്യുക, അങ്ങനെ പലവിധ ലക്ഷ്യങ്ങളും ആദ്യകാല സംഘടിത രൂപങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഒരു സ്ട്രക്ചറിലായിരുന്നില്ല, ഒരു മാസ് മൂവ്മെൻറ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. ഒരു ഷെയ്ഖ് ഉണ്ടാവുക, ഷെയ്ഖിൻ്റെ കീഴിൽ കുറച്ച് അടുത്ത ക്ലോസ് അനുയായികൾ ഉണ്ടാവുക, അതിനുശേഷം പൊതുജനങ്ങളാവുക എന്ന രീതിയിലായിരുന്നു ആദ്യകാല മുസ്ലിം സംഘടിത രൂപങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തുമ്പോൾ അതിനേക്കാളും അപ്പുറം കൂടുതൽ അനിവാര്യതകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഉടലെടുക്കുന്നത് എന്നതും കൂടി പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. ഇഖ്വാൻ മുസ്ലിമൂൻ രൂപപ്പെടുന്ന ഒരു പശ്ചാത്തലം ഏതായിരുന്നു? അദ്ദേഹം തന്നെ ഇഖ്വാൻ മുസ്ലിമൂൻ്റെ രൂപീകരണ പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് ഈജിപ്തിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മതപരമായ ഒരു ചിത്രവും കൂടി നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഈജിപ്തിൻ്റെ അന്നത്തെ പശ്ചാത്തലം പ്രധാനമായും 2 പാശ്ചാത്യ ശക്തികളുടെ അധിനിവേശത്തിന് ഇരയായ ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഈജിപ്തിലുണ്ടായിരുന്നത്. അതിലൊന്ന് ആദ്യം നെപ്പോളിയൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ഫ്രഞ്ച് അധിനിവേശമാണ്. അത് ഏകദേശം നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും അവരാദ്യം പിടിച്ചെടുത്തിരുന്നു. അവരുടെ പതന കാലഘട്ടത്തിലാണ് മറ്റൊരു സാമ്രാജ്യം, നമ്മുടെ ഇന്ത്യ അടക്കം കീഴടക്കിയ, ഒട്ടുമിക്ക ഏഷ്യൻ ഭാഗങ്ങളും കീഴടക്കിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഉദയവും, ബ്രിട്ടീഷ് സാമ്രാജ്യം ആ ഭാഗത്ത് ഈജിപ്റ്റ് അടക്കമുള്ള ഭാഗങ്ങൾ കീഴടക്കുന്നതും ആ ഒരു പശ്ചാത്തലത്തിലാണ്. ഈ 2 സാമ്രാജ്യങ്ങളും യഥാർത്ഥത്തിൽ അവർ ചെയ്തത് മുസ്ലിം പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തീയ മിഷനറി പ്രവർത്തനങ്ങൾ അവിടെ ശക്തമാക്കിയിരുന്നു. ആധുനികതയുടെ ഒരു പശ്ചാത്തലത്തിലാണ് വന്നതുകൊണ്ട് ഒരു മുസ്ലിം ട്രഡീഷൻ, നോംസ്, കൾച്ചർ, മതം എന്നൊക്കെ നമ്മൾ പൊതുവെ വിളിക്കുന്ന എല്ലാത്തരം മൂല്യങ്ങൾക്കും വിരുദ്ധമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളും സമ്പ്രദായങ്ങളും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രംഗം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ മതബോധത്തിൽ നിന്ന് മാറി, നമ്മൾ പറയില്ല, ഒരു മുസ്ലിം ബുദ്ധിജീവികൾ ഇൻ്റലക്ച്വലായി രൂപപ്പെടുക, ഇന്ത്യയിൽ എന്നതുപോലെ തന്നെ ആധുനിക വിദ്യാഭ്യാസം ലഭിക്കുന്നവർ മിസ്റ്റർമാരായി മാറുക, മിസ്റ്റർമാർ അല്ലാത്തവരെല്ലാം മുല്ലമാരായി നിൽക്കുക, അങ്ങനെയുള്ള 2 വിദ്യാഭ്യാസ രീതികൾ പൊതുവേ മുസ്ലിം ലോകത്ത്, പ്രത്യേകിച്ച് ഏഷ്യൻ അടക്കമുള്ള എല്ലാ ഭാഗത്തും വ്യക്തമായിരുന്നു. മതവിദ്യാഭ്യാസം പഠിക്കുന്നവർ മുല്ലമാരായി മാറുന്ന, അവരെ മതവിദ്യാഭ്യാസം എന്നത് വളരെ ചുരുങ്ങിയ നാരോഡായ ഒരു വിദ്യാഭ്യാസമായും, പുരോഗമനവും അതുപോലെ തന്നെ ഡെവലപ്ഡുമായ ഒരു വിദ്യാഭ്യാസം എന്നത് ആധുനിക വിദ്യാഭ്യാസം എന്ന രീതിയിലേക്ക് വായിക്കപ്പെടുകയും, ആധുനിക വിദ്യാഭ്യാസമുള്ളവരാണ് പരിഷ്കൃതർ, സിവിലൈസ്ഡ് എന്ന് പറയുന്ന ഒരു ഇമേജ് രൂപപ്പെടുകയും ചെയ്തിരുന്നു.
ബാക്കിയുള്ളവർ ബാർബർക്കാണ്, നാനോർഡാണ്. റിലീജിയസ് എന്ന് പറയുന്ന ഒരു ഫണാറ്റിക്, ഈ മത തീവ്രവാദം, ഈ ഇടുങ്ങിയ ചിന്ത രൂപപ്പെടുത്തുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മതവിദ്യാഭ്യാസം എന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടു. ഇതാണ് പ്രധാനമായും ഈ കൊളോണിയൽ ശക്തികൾ ഏത് നാട്ടിലാണോ പോയത് അവിടെ ഉണ്ടാക്കിയ പ്രധാന ഡിവിഷൻ ഇത് രണ്ടെണ്ണമായിരുന്നു. ഇത് ഈജിപ്തിലും ശക്തമായിരുന്നു. ഇന്നും ഒരുപക്ഷെ ഈജിപ്തിലും അവിടുത്തെ ഒരു എലൈറ്റ് ക്ലാസിൻ്റെ ഭാഷ അറബി കഴിഞ്ഞാൽ ഫ്രഞ്ച് ആയിരിക്കും, അതിനുശേഷം ഇംഗ്ലീഷുമായിരിക്കും. കാരണം അത്രത്തോളം ഒരു കൾച്ചറൽ ഇൻവേഷൻ, ഒരു സാംസ്കാരികമായ അധിനിവേശം തന്നെ നടത്തുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇന്നും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ലോകത്തിലും കൂടിയിട്ടാണ് ഷെയ്ഖ് ഹസനുൽ ബന്ന ഇഖ്വാൻ മുസ്ലിമിൻ്റെ രൂപീകരണത്തിലേക്ക് എത്തുന്നത്. അത് മാത്രമല്ല, വേറെ ചില വിഷയം. 1924 മാർച്ച് 3-ാം തീയതിയാണ് അവസാനം നാമമാത്രമായി അവശേഷിച്ചിരുന്ന ഖിലാഫത്തിൻ്റെ പേര് പോലും നീക്കം ചെയ്യുന്ന കാലം. അതും ഇദ്ദേഹത്തെ നേരിട്ട് കാണുന്ന ഒരു സന്ദർഭം കൂടി ഉണ്ടായിരുന്നു. പേര് മാത്രമായിരുന്നുവെങ്കിൽ പോലും ലോക മുസ്ലിങ്ങളുടെ ഒരു പേര്, അറ്റ്ലീസ്റ്റ് ഏഷ്യൻ, ആഫ്രിക്കൻ, പകുതിയോളം യൂറോപ്യൻ ഭാഗങ്ങളിൽ ഒരു മുസ്ലിം ആധിപത്യം എന്ന് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന ഒരു സിമ്പൽ മാത്രമായിരുന്നു അന്ന് ഖിലാഫത്ത്. എന്നാൽ പോലും അതും കൂടി ഇല്ലാതാവുന്ന തുർക്കി ഒരു മുഴുവനുമായും ടോട്ടലി ഒരു സെക്യുലർ റിപ്പബ്ലിക്കായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നു. അത് മുസ്ലിം ലോകത്ത് ശക്തമായ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഈജിപ്തിൽ തന്നെ ഇരുന്നു കൊണ്ട് അലി അബ്ദുൽ റാസിഖ് എന്ന് പറയുന്ന ഒരു അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച പണ്ഡിതൻ, അവിടെ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ ഇസ്ലാം വ ഉസൂലുൽ ഹുക്ം എന്ന് പറയുന്ന കിതാബ് എഴുതുന്നു. ആ കിതാബിൽ അദ്ദേഹം പറയുന്നത് ഇസ്ലാമിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവമേ ഇല്ല, ഇസ്ലാമിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവമേ ഇല്ല എന്ന രീതിയിൽ ബുക്ക് എഴുതുകയും അത് ഈജിപ്തിലും സിറിയ അടക്കമുള്ള ചുറ്റുപാടുമുള്ള എല്ലാ മുസ്ലിം നാടുകളിലും വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു. ഖാസിം അമീനെ പോലുള്ള ആധുനികരായ മോഡേണിസ്റ്റ് ചിന്ത പേർന്ന കുറേ പണ്ഡിതന്മാർ സ്ത്രീകൾ കൂടുതൽ വിമോചനം നേടേണ്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തഹ്രീറുൽ മർഅ, സ്ത്രീകളുടെ വിമോചനത്തെക്കുറിച്ച് കിതാബുകൾ എഴുതുന്നു. ആ വിമോചനം ലഭിക്കുന്നത് വെസ്റ്റേൺ ഐഡിയകൾ കടമെടുത്താൽ മാത്രമേ സംഭവിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കിതാബ് പോലും എഴുതുന്നത്. അതിൻ്റെ കൂടെ താഹ ഹുസൈൻ, വളരെ ലോകപ്രശസ്തനായ അറബ് സാഹിത്യകാരനാണ് താഹ ഹുസൈൻ. അദ്ദേഹം തന്നെ ശരീഅത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഫജറുൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ ചില കിതാബുകളൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. ശരീഅത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഖുർആൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഖുർആനും ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കുന്ന ഒരാളായും താഹ ഹുസൈൻ വളരുന്നു. ആദ്യകാലത്ത് ഹാഫിളായിരുന്നു, അന്ധനായ ബാലനായിരുന്ന താഹ ഹുസൈൻ ചെറുപ്പകാലത്ത് തന്നെ ഹിഫിളൊക്കെ ആയ ഒരു മനുഷ്യനായിരുന്നു. പിന്നീടാണ് അദ്ദേഹം തന്നെ ഈ രീതിയിലേക്ക് മാറുന്നത് നമുക്ക് കാണാം. അങ്ങനെ അറബ് ലോകത്ത്, പ്രത്യേകിച്ച് ഈജിപ്തിൽ തന്നെ മതപരമായും സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും അപ്പാടെ പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്താണ് ഷെയ്ഖ് ഹസനുൽ ബന്ന ജനിക്കുന്നത്. 1906 ഈജിപ്തിൽ തന്നെ മഹ്മൂദിയ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിതാവ് അഹമ്മദ് ബന്ന വളരെ ഫേമസ് ആയ പണ്ഡിതനായിരുന്നു കൊണ്ട് തന്നെ ചെറുപ്പകാലത്ത് ഇദ്ദേഹവും സാമ്പ്രദായികമായി തന്നെ മതവിദ്യാഭ്യാസം ലഭിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ എല്ലാ പണ്ഡിതന്മാരെ പോലെയും ചെറുപ്പകാലത്ത് ഇദ്ദേഹവും ഹാഫിളാവുന്നത് നമുക്ക് കാണാം. അതിനുശേഷം അദ്ദേഹം ദാറുൽ ഉലൂം എന്ന് പറയുന്ന കൈറോയിലെ പ്രധാനപ്പെട്ട ഒരു മത സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ പോവുകയും അവിടെ കുറേ കാലം പഠിക്കുകയും ചെയ്യുന്നത് കാണാം. ആ കാലഘട്ടത്തിൽ തന്നെ ഷെയ്ഖ് ഹസൻ ബന്നയുടെ ഗുണം വ്യക്തമാവുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുന്നതായി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഈജിപ്റ്റ് അടക്കമുള്ള കെയ്റോ അടക്കമുള്ള ചുറ്റുപാടുകളിൽ ബ്രിട്ടീഷ് അധികാരികളുടെ സഹായത്തോടു കൂടി മിഷനറി പ്രവർത്തനങ്ങൾ പല ക്രിസ്ത്യൻ പാതിരിമാർ നടത്തുന്നുണ്ടായിരുന്നു. അത് വളരെ ഭീകരമായ രീതിയിൽ മുസ്ലിങ്ങൾക്കിടയിലേക്ക് വ്യാപിക്കുകയും സാമ്പത്തികമായ പലവിധ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൺവേർഷൻ നടത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന പ്രമുഖ പണ്ഡിതന്മാരെയൊക്കെ മുന്നിൽ കാണുകയും അവരെ പോയി കണ്ട് സംസാരിക്കുകയും അവരുടെ സഹായത്തോടു കൂടി അൽ ഫതഹ് എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ തുടങ്ങുകയും ചെയ്യുന്നു. അത് ഉണർത്തുന്നത് ഷെയ്ഖ് ഹസനുൽ ബന്നയാണ്. അദ്ദേഹം അന്ന് വിദ്യാർത്ഥി മാത്രമായിരുന്ന ഷെയ്ഖ് ഹസനുൽ ബന്നയാണ് അന്നത്തെ പ്രധാന പണ്ഡിതന്മാരായ അഹമ്മദ് തൈമൂർ പാഷ അടക്കമുള്ള വലിയ ആൾക്കാരെ പോയി കാണുകയും അവരുടെ നേതൃത്വത്തിൽ ഫതഹ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം തുടങ്ങുകയും ആ പ്രസിദ്ധീകരണത്തിലൂടെ ക്രിസ്ത്യൻ മിഷണറി ആക്ടിവിറ്റീസിനെതിരെ ശക്തമായ ഒരു ഡിഫൻസ് അഴിച്ചുവിടുകയും അതിൻ്റെ ഫലമായി
ബ്രിട്ടീഷ് അധികാരികൾ ഈ ക്രിസ്ത്യൻ പാദ്രിമാർക്കുള്ള ഫണ്ടിങ് പോലും നിർത്തുന്ന സാഹചര്യത്തിലേക്ക് പോലും എത്തുന്നുണ്ട്. ചെറുപ്പക്കാരനായ ഷേഖ് ഹസനുൽ ബന്നയുടെ പ്രവർത്തന ഫലമായിട്ടാണ് കൈറോ അടക്കമുള്ള ഭാഗങ്ങളിൽ ക്രിസ്തീയ മിഷണറി പ്രവർത്തനങ്ങളിൽ ഭയങ്കര മങ്ങലേക്കുന്നതെന്നും കൂടി നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഒരു നവോത്ഥാന നായകൻ്റെ വളർച്ച വളരെ അത്ഭുതകരമായി തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയും. വളരെ ഇസ്ലാഹി ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടും ദാവത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുമുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച കാണാം. ഇതിൽ ചില സംഭവങ്ങൾ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മദ്രസ കാലഘട്ടം കഴിഞ്ഞു അധ്യാപകർ വിദ്യാർത്ഥികളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് എഴുതി ചോദിക്കുമ്പോൾ ഷേഖ് ഹസനുൽ ബന്ന പറയുന്നത്, എനിക്ക് മുദരിസ് ആവാനാണ് ആഗ്രഹം, അധ്യാപകനാണാവാൻ ആഗ്രഹം. കാരണം എനിക്ക് എൻ്റെ സമൂഹത്തെ നന്നാക്കണം, സമൂഹത്തെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കണം. അദ്ദേഹത്തിൻ്റെ പേര് ഹസനുൽ ബന്ന എന്നാണ്. ബന്ന എന്ന് വെച്ചാൽ നിർമ്മാതാവ് എന്നാണ് അർത്ഥം, കൺസ്ട്രക്ടർ എന്നാണ് അർത്ഥം. ആ പേരിൽ തന്നെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ആ പേരിനെ സാക്ഷാത്കരിക്കുന്ന തരത്തിലുള്ള ജീവിതമായിരുന്നു ഷേഖ് ഹസനുൽ ബന്നയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന. ഹസൻ എന്ന് വെച്ചാൽ നല്ല, അത്രത്തോളം പെർഫെക്റ്റായിട്ട് ഒരുപാട് തലമുറകളെ 1928 ഇഖ്വാൻ മുസ്ലിം സ്ഥാപിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും നൂറ്റാണ്ടിനോടടുക്കുന്ന ഒരു കാലഘട്ടം വരെയും എത്ര തലമുറകളെയാണ് ഷേഖ് ഹസനുൽ ബന്നയ്ക്ക് ഇസ്ലാമിക ആശയത്തിൻ്റെ കീഴിൽ ഉണ്ടാക്കുവാൻ കഴിഞ്ഞതെന്ന് ആലോചിക്കുമ്പോഴാണ് ഹസനുൽ ബന്ന എന്ന് പറയുന്ന പേരിൻ്റെ തന്നെ അർത്ഥം എത്രയും വിശാലമാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് അദ്ദേഹം അവിടുന്ന് വരികയും അദ്ദേഹം അധ്യാപകനായി മാറുന്നത്, അദ്ദേഹം ജോലി ലഭിക്കുന്ന ഇസ്മായിലിയ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ പറയുന്നുണ്ട്, ഞാൻ അവിടെ എത്തുമ്പോൾ എനിക്ക് കാണുവാൻ കഴിയുന്നത് ഒരു വിഭാഗത്ത് കുറേ ക്ലബ്ബുകൾ, ചെറുപ്പക്കാർ ക്ലബ്ബിൽ കളിച്ച് ചിരിക്കുക, കോഫി കുടിച്ചും അങ്ങനെയുള്ള ലോകത്ത് ജീവിക്കുക. ഒരു വിഭാഗത്ത് കുറേ സൂഫികൾ, വലിയ ഖാൻകാവുകൾ, വലിയ ദർഗകളായി ജീവിക്കുന്ന, പക്ഷേ സമൂഹത്തിൽ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള കുറേ സൂഫികൾ, അവർക്ക് ചെറുപ്പക്കാരുമായിട്ട് ബന്ധമില്ല. വേറെ ഭാഗത്ത് ഉലമാക്കൾ, ഫിഖ്ഹി ലീഗൽ ഫൈറ്റ് പരസ്പരം ഇടപെടലിടുന്ന കുറേ ഉലമാക്കൾ, പ്രത്യേകിച്ച് ഫിഖ്ഹിൻ്റെ മേഖലയിൽ ധാരണയുള്ള കുറേ പണ്ഡിതന്മാർ. മറ്റൊരു ഭാഗത്തോ കുറേ ധനികർ, അവർ സമ്പന്നരായ കുറേ ആൾക്കാർ അവരവരുടെ ലോകത്ത്. ഇദ്ദേഹം 6 മാസക്കാലം ഇസ്മായിലിയ ഗ്രാമത്തെക്കുറിച്ച് പഠിക്കുകയും ആ 6 മാസം എന്താണ് ആ ഗ്രാമത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളെന്ന് തരംതിരിഞ്ഞ് പ്രത്യേകം മനസ്സിലാക്കുകയും എന്നിട്ട് ആദ്യം ക്ലബ്ബുകളിലേക്ക് യാത്രയാവും. ക്ലബ്ബുകളിൽ പോവുകയും ചെറുപ്പക്കാരുമായി കാണുകയും ഇസ്ലാമികമായ വിഷയങ്ങൾ സംസാരിക്കുകയും ഈ ചെറുപ്പക്കാരെ പള്ളിയിലേക്ക് അടുപ്പിക്കുകയും സൂഫി ദർഗകളുമായി ബന്ധപ്പെടുകയും ഉലമാക്കളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു. ഇവരെയും ഖൗമുമായി ബന്ധിപ്പിക്കുന്നു, ഈ 2 വിഭാഗങ്ങളെയും സമൂഹവുമായി ബന്ധിപ്പിക്കുന്നു. പണക്കാരായ ആൾക്കാരെ സന്ദർശിച്ചുകൊണ്ട് അവരുടെ ഫണ്ടിങ്ങുകളിലൂടെ പുതിയ ഇനിഷ്യേറ്റീവുകൾക്ക് തുടക്കമിടുന്നു. 6 മാസത്തെ ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള വളരെ സൂക്ഷ്മമായ ഫീൽഡ് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രവർത്തനം തുടങ്ങുന്നത് പോലും. അത്രയും ആഴത്തിൽ തന്നെ അദ്ദേഹം സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നിന്നിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് അദ്ദേഹം പിന്നീട് പ്രസ്ഥാനത്തിൻ്റെ രൂപേണത്തിൽ നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഓരോ ടീ ഷോപ്പുകളിലും ചായക്കടകളിലും പോയിരുന്ന് വൈകുന്നേരങ്ങളിൽ പോയിരുന്നു കൊണ്ട് അവരോട് ചായ കുടിക്കുകയും ചെറുപ്പക്കാരോട് ഇരുന്ന് ചായ കുടിക്കുകയും അവരെ പെതുക്കെ ഇസ്ലാമികമായ വിഷയങ്ങൾ സംസാരിക്കുകയും ഇസ്ലാഹി പ്രവർത്തനങ്ങളായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ആദ്യകാല മുഖ്യ ഊന്നൽ അതായിരുന്നു. ചെറുപ്പക്കാരെ പ്രധാനമായും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും ചെറിയ മജ്ലിസുകൾ രൂപീകരിക്കുകയും അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ആൾക്കാർ കൊണ്ടാണ് 1928 മെയ് മാസം പ്രധാനപ്പെട്ട 6 അനുയായികളെയും ചേർന്നുകൊണ്ട് ജമിയത്ത് ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന സംഘടന അദ്ദേഹം രൂപീകരിക്കുന്നത്. അതായിരുന്നു തുടക്കം. പക്ഷേ ഈ ഒരു തുടക്കം എന്നത് പിൽക്കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ തലവേദനയായി മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം. അദ്ദേഹം അത് അവിടുന്ന് തുടങ്ങുകയും പ്രധാനമായി 3 കാര്യങ്ങളാണ് സംഘടനയുടെ ഒരു ആശയപരമായി ഇഖ്വാനുൽ മുസ്ലിമൂൻ അല്ലെങ്കിൽ ഷേഖ് ഹസനുൽ ബന്ന മുന്നോട്ട് വെച്ചത്. അതൊന്ന് ഇസ്ലാഹ് തന്നെയാണ്. ഇസ്ലാഹില്ലാതെ ഒരു സംഘടനയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാഹ് എന്ന് പറയുന്നത് മുസ്ലിം വ്യക്തി, മുസ്ലിം കുടുംബം, മുസ്ലിം സമൂഹം, ഇങ്ങനെ 3 ഘട്ടങ്ങളുണ്ട്. വ്യക്തികളിൽ നിന്ന് കുടുംബത്തിലേക്കും കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കും അതിൽ നിന്നൊരു ഭരണത്തിലേക്കും എന്ന രീതിയിലാണ് ഷേഖ് ഹസനുൽ ബന്ന ഇസ്ലാഹിനെ കണ്ടത്.
കാരണം വ്യക്തികളില്ലാതെ ഒരു ഭരണം സംവിധാനം സമൂഹം രൂപപ്പെടുകയില്ല, വ്യക്തികളില്ലാതെ കുടുംബം രൂപപ്പെടുകയില്ല, കുടുംബമില്ലാതെ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുകയില്ല, കമ്മ്യൂണിറ്റികളില്ലാതെ ഒരു ഗവർണൻസ് രൂപപ്പെടുകയില്ല. അതുകൊണ്ട് ഇസ്ലാഹ് ബോട്ടം അപ്പ് എന്ന തലത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് പോവേണ്ടതാണ് എന്ന് ചിന്തിച്ച ആളാണ് ഷെയ്ഖ് ഹസനുൽ ബന്ന. അതിന് ഇസ്ലാഹ് പ്രധാന ടൂളായിട്ട് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. കാരണം സ്വാഭാവികമായും 90% മുസ്ലിങ്ങളുള്ള ഈജിപ്ഷ്യൻ സൊസൈറ്റിയിൽ ഇസ്ലാഹിന് തന്നെ ആയിരിക്കുമല്ലോ പ്രധാന റോളായിട്ടുണ്ടാവുക. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ദഅവത്ത് കോപ്റ്റിക് ക്രിസ്ത്യൻസും കുറച്ച് യഹൂദരുമുള്ള നാടാണ്, ഖിബ്തികളായ അല്ലെങ്കിൽ കോപ്റ്റിക് എന്ന് വിളിക്കുന്ന ക്രിസ്ത്യൻസും യഹൂദരുമുള്ള നാടാണ് ഈജിപ്റ്റ്. അതുകൊണ്ട് തന്നെ ദഅവത്തും അവരുടെ പ്രധാന ദൗത്യമായി എടുക്കുന്നു. ഇതിനേക്ക് മാർഗമായി അവർ മനസ്സിലാക്കുന്നത് സലഫു സാലിഹീങ്ങളുടെ രീതി എന്ന രീതിയിലാണ്. അദ്ദേഹം അത് തന്നെയാണ് ഒരു മാർഗം എന്ന നിലയിൽ. ദഅവത്തിൻ്റെ അടിസ്ഥാനം ഏതാണ്? സലഫു സാലിഹീങ്ങളുടെ രീതിയാണ്. ഇസ്ലാഹിൻ്റെയും അടിസ്ഥാനം സലഫു സാലിഹീങ്ങളുടെ രീതിയാണ്. അതുകൊണ്ട് സലഫ് എന്നതിൻ്റെ പ്രധാന ഒരു പാരാമീറ്ററായി തന്നെ അദ്ദേഹം അതിൻ്റെ മുഴുവൻ പരിഷ്കരണങ്ങളിലും ഉപയോഗിക്കുന്നത് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ ഇദ്ദേഹം നേരിട്ടത് പുതിയ പല ഇസങ്ങളെയുമാണ്. സെക്യുലറിസത്തെ ഒരുപാട് നേരിടേണ്ടി വന്നു. അതുപോലെ തന്നെ അറബ് നാഷണലിസത്തെ നേരിടേണ്ടി വന്നു. കാരണം ഖിലാഫത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലാതാവുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലി അബ്ദുൽ റാസിഖിനെ പോലുള്ള പണ്ഡിതന്മാർ രാഷ്ട്രീയം തന്നെ ഇസ്ലാമിലില്ല എന്ന് പറയുന്ന ഒരു തരത്തിൽ ബുക്കുകൾ എഴുതുക, അത് സമൂഹത്തിൽ നല്ലൊരു പ്രചാരം ലഭിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സാന്നിധ്യത്തോടുകൂടി മോഡേൺ എഡ്യൂക്കേഷൻ, അതിൻ്റെ കൂടെ സെക്യുലറിസം, ഇതിന് വിപരീതമായി സാമ്രാജ്യത്തിന് വിപരീതമായി ശക്തി ആർജിച്ച അറബ് നാഷണലിസം, അറബ് ദേശീയത, അറബ് ഒരു മഹിമ, അതിൻ്റെ പേരിൽ അറബി ഭാഷയോടുള്ള വല്ലാത്ത ഇത്, ബാക്കിയുള്ള ഭാഷകളോടൊരു എതിർപ്പ്, അതിനേക്കാളും അപ്പുറം ഒരു റേസ് എന്ന നിലയിൽ അറബികളോടുള്ള വല്ലാത്ത ഒരു മഹിമ, ഈ തലത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഇദ്ദേഹം നേരിടുന്നു. ഇതിനെയൊക്കെയും ശക്തമായ ഭാഷയിൽ ഐഡിയോളജിക്കലി തന്നെ നേരിട്ട ആളായിട്ട് ഇമാം ഹസനുൽ ബന്നയെ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റുകൾ തന്നെ പല ഭാഗത്തും ദമസ്കസിലൊക്കെയും ഇദ്ദേഹം ആ ഒരു യുവാവായി വളർന്ന പശ്ചാത്തലത്തിൽ സിറിയയിലൊക്കെ അള്ളാഹു മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പ്രൊട്ടസ്റ്റ് പോലും ചെറുപ്പക്കാർ നടത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. അള്ളാഹുവിനെ മയ്യത്ത് കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെയും ഉണ്ടാകുന്ന പശ്ചാത്തലവും കൂടാണ്. ആലോചിച്ച് നോക്കുക. ആ ഒരു സാഹചര്യത്തിലാണ് അള്ളാഹു ആരാണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ അൽ മഅ്സൂറാത്ത് എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ കളക്ഷൻ ഈ അടുത്ത് മലയാളത്തിൽ പോലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതിൽ പ്രധാനമായും ആദ്യം എടുത്ത് പറയുന്നത് വിക്റുള്ളയാണ്. ഫി കുല്ലി ഹാൽ, അലാ കുല്ലി ഹാൽ. വിക്ർ എല്ലാ സാഹചര്യത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ആണ് ഒരു മനുഷ്യനെ നിയന്ത്രിക്കേണ്ടത് എന്ന് ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. കാരണം അള്ളാഹു മരിച്ചു എന്ന് പറയുന്ന ലോകത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഒരാളെ മുന്നോട്ട് ചലിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ ആളാണ് ഷെയ്ഖ് ഹസനുൽ ബന്ന. അതിൻ്റെ കൂടെ തന്നെ മോറൽ കൺസെപ്റ്റുകൾ പല അറബ് നാടുകളിലും പ്രത്യേകിച്ച് ഇറാൻ അടക്കമുള്ള ഭാഗങ്ങളിലും ബ്ലൂ ഫിലിമുകൾ അവരുടെ മുഖ്യധാര തിയേറ്ററുകളിൽ വളരെ സുഖമായും ഓടുന്ന കാലഘട്ടം കൂടിയിട്ടായിരുന്നു. ഫ്രഞ്ച് കൾച്ചറിൻ്റെ വല്ലാത്ത ഇൻഫ്ലുവൻസ് കാരണം ഈ വസ്ത്രങ്ങളിലും ഡ്രസ് കോഡുകളിലും അവരുടെ സംസാര രീതികളിലും ഇടപെടലുകളിലും ഒരു മുസ്ലിം ട്രഡീഷൻ അകന്നു പോവുകയും ഫ്രഞ്ച് കൾച്ചറുകൾ ശക്തമാവുകയും ചെയ്തിരുന്നൊരു പശ്ചാത്തലമാണ്. എക്സ്ട്രീം മോറൽ സ്വഭാവമുള്ളവരാണ്, അല്ലെങ്കിൽ വളരെ അധാർമികമായ ഒരു ജീവിത പശ്ചാത്തലം എന്ന് പറയാൻ പറ്റുന്നതാണ് ഈ ഫ്രഞ്ച് സെക്യുലറിസത്തിൻ്റെയും ഫ്രഞ്ച് കൾച്ചറിൻ്റെയും ഒരു പ്രത്യേകത. അത് അറബ് നാടുകൾ പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്കയിൽ വിശിഷ്യ ഈജിപ്തിൽ ശക്തമായിരുന്നു. അതിനെയും കൂടി ശക്തമായി എതിർക്കുന്ന ഒരാളായിട്ട് നമുക്ക് ഷെയ്ഖ് ഹസനുൽ ബന്നയെ ഈ ആദ്യ കാലഘട്ടത്തിൽ തന്നെ കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ ഷെയ്ഖ് ഹസനുൽ ബന്ന പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്താണ് ഇസ്ലാം? ഇസ്ലാമിനെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ മൗലികമായ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കാണാം. അദ്ദേഹം പറയുന്നത് ജീവിതത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ വ്യവസ്ഥയാണ് ഇസ്ലാം. അത് രാഷ്ട്രവും ഭരണകൂടവും സമുദായവുമാണ്. സ്റ്റേറ്റും ഗവർണൻസും സൊസൈറ്റിയും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയും കൂടിയിട്ടാണ്. ധർമ്മവും ശക്തിയുമാണ്. അത് എത്തിക്സും ഇസ്സത്തും പവറുമാണത്. കാരുണ്യവും നീതിയുമാണ്. സംസ്കാരവും നിയമവുമാണ് ഇസ്ലാം. വിജ്ഞാനവും കൽപ്പനയുമാണ്, കമാൻസുമാണ് ഇസ്ലാം. സമ്പത്തും സമ്പാദിക്കലും കൂടിയിട്ടാണ് ഇസ്ലാം. ജിഹാദും ദഅവത്തുമാണ് ഇസ്ലാം. സൈന്യവും ചിന്തയുമാണ് ഇസ്ലാം. കലർപ്പില്ലാത്ത ഈമാനും
ഇബാദത്തുമാണ് ഇസ്ലാം എന്ന് ഇസ്ലാമിന് അദ്ദേഹം സമർപ്പിക്കുന്നത് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പോയിന്റ്, എന്താണ് ഈ ഇഖ്വാൻ മുന്നോട്ട് വെക്കുന്ന ആശയം? അദ്ദേഹം പറയുന്നത് നഹ്നു ദഅവത്തുൻ സലഫിയ, ഞങ്ങളൊരു സലഫി ദഅവ രീതിയാണ്. സലഫി ദഅവ രീതിയാണ് ഞങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ. വ ത്വരീഖത്തുൻ സുന്നിയ, സുന്നി മാർഗമാണ് നാം. വ ഹഖീഖത്തുൻ സൂഫിയ, സൂഫി യാഥാർത്ഥ്യ ബോധമാണ് നാം. വ ഹൈഅത്തുൻ സിയാസിയ, ഒരു രാഷ്ട്രീയ ബോഡിയാണ് നാം. വ ജമാഅത്തുൻ റിയാദിയ, വളരെ ഡൈനാമിക്കായ ഒരു സംഘടിത രൂപമാണ് നാം. വ റാബിത്തത്തുൻ അൽമിയത്തുൻ സഖാഫിയ, വളരെ കൾച്ചേർഡായ ഇൻ്റലക്ച്വലായ ഒരു സർക്കിളാണ് നാം. അതുപോലെ തന്നെ വ ഷിർക്കത്തുൻ ഇഖ്തിസാദിയ, ഒരു ഫൈനാൻഷ്യൽ കമ്പനി അല്ലെങ്കിൽ ഒരു ബോഡി കൂടിയിട്ടാണ് നാം. അതുപോലെ വ ഫിക്റത്തുൻ ഇജ്തിമാഇയ, ഒരു സാമൂഹിക ചിന്തയും കൂടിയിട്ടാണ് ഇഖ്വാൻ എന്ന് ഇഖ്വാൻ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇത് പറയാൻ കാരണം, അന്ന് നോർത്ത് ആഫ്രിക്കയിൽ, പ്രത്യേകിച്ച് ഈജിപ്തിലടക്കമുള്ള ഭാഗങ്ങളിൽ ഈ സൂഫി ത്വരീഖത്തുകൾ ശക്തമായിരുന്നു. ഇദ്ദേഹം പോലും ഈജിപ്തിൽ വളരെ ശക്തമായ സൂഫി ത്വരീഖത്താണ് ഷാദുലി ത്വരീഖത്ത് എന്ന് പറയും. ആ ഷാദുലി ത്വരീഖത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഹസവി ത്വരീഖത്ത്. ആ ത്വരീഖത്തിൻ്റെ ഒരു പ്രധാന അനുയായി കൂടിയിട്ടായിരുന്നു ഷെയ്ഖ് ഹസനുൽ ബന്ന. അതുകൊണ്ട് തന്നെ ഈജിപ്തിലൊരു യാഥാർത്ഥ്യമായിരുന്നു സൂഫി ഓർഡറുകൾ. അദ്ദേഹം ആ ഓർഡറുകളെ ഇഖ്വാൻ്റെ പ്രധാന ബോഡിയിലേക്ക് എടുക്കുന്നത് കാണുവാൻ കഴിയും. ഇഖ്വാൻ്റെ ലീഡറിന് നമ്മൾ വിളിക്കുന്ന പോലെ അമീറെന്നോ പ്രസിഡന്റോ എന്നല്ല വിളിക്കുക, അൽ മുർഷിദുൽ ആം എന്നാണ്, മുഖ്യ കാര്യദർശി എന്നാണ് വിളിക്കുക. മുഖ്യ സുപ്രീം ഗൈഡ് എന്നുള്ള അർത്ഥമാണ് അൽ മുർഷിദുൽ ആം എന്നുള്ള ആ പദം. മുർഷിദ് എന്ന് പറയുന്ന പദം സൂഫി ടെർമിനോളജിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇർഷാദ് എന്നുള്ളതാണ് അവരുടെ ഓഫീസിൽ തന്നെ വിളിക്കുക, മക്തബുൽ ഇർഷാദ്. അവരുടെ എല്ലാ കാര്യങ്ങളും ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഓഫീസ് എന്ന രീതിയിൽ പല പദപ്രയോഗങ്ങളും ഇദ്ദേഹം ഉപയോഗിച്ചതുപോലും അവിടെ ഉണ്ടായിരുന്ന സൂഫി ടെർമിനോളജിയാണ്. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ത്വരീഖത്തുകൾക്ക് ഈജിപ്തിൽ നല്ല സ്ഥാനം കൂടിയിട്ടുണ്ടായിരുന്നു. അതിനെയും കൂടി ഉൾക്കൊള്ളുക എന്നതും കൂടാണ്. അതായത് അദ്ദേഹം പറയും, ഞങ്ങൾ സലഫികളാണ്, സലഫു സാലിഹ്യങ്ങളെ സ്വീകരിക്കുന്നവരാണ്, നമ്മൾ സുന്നികളാണ്, സുന്നി മാർഗമാണ് ഞങ്ങളുടെ. അതുപോലെ തന്നെ നമ്മൾ സൂഫിയും കൂടെ ആണ്. ആരെയും അകറ്റി നിർത്താതെ എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിക്കുന്ന തരത്തിൽ ഇൻക്ലൂസീവായ ഒരു നിലപാടുണ്ടാക്കിയ ആളാണ് ഷെയ്ഖ് ഹസനുൽ ബന്ന. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന എല്ലാ മതവിഭാഗങ്ങളുമായി, മുസ്ലിം സംഘടനകളും ഇതേപോലെ ഗ്രൂപ്പുകളുമായിട്ടൊക്കെ നല്ല ബന്ധം സൂക്ഷിച്ച ആളായിരുന്നു അത്രേ. എന്നാൽ മാത്രമേ ഒരു സംഘടനയെ, ഒരു സംഘടിത രൂപത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. എന്നാൽ മാത്രമേ ഒരു വിഭാഗത്തിന് മാസ് ലെവലിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞ ആളാണ് അദ്ദേഹം. അല്ലാതെ എൻ്റെ ആശയം, എൻ്റെ രീതി, എൻ്റെ രീതിയിൽ പിൻപറ്റുന്നവർ മാത്രം എൻ്റെ ലോകത്തേക്കും മതി എന്ന് പറയുന്ന സങ്കുചിത നിലപാടുണ്ടായിരുന്ന ആളായിരുന്നില്ല ഷെയ്ഖ് ഹസനുൽ ബന്ന എന്ന അദ്ദേഹത്തിൻ്റെ ചിന്തകൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്നത്, എന്താണ് ഇഖ്വാൻ്റെ മുദ്രാവാക്യം? അള്ളാഹു ഗായത്തുനാണ്. ഇഖ്വാൻ്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഞങ്ങളുടെ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം അള്ളാഹുവാണ്. അർ റസൂൽ ഖുദുവത്തുന, റസൂലാണ് നമ്മുടെ നേതൃത്വം. അതുപോലെ തന്നെ വൽ ഖുർആൻ ദസ്തൂറുന, ഖുർആനാണ് നമ്മുടെ ഭരണഘടന. അൽ ഖുർആൻ ദസ്തൂറുന, ഖുർആനാണ് നമ്മുടെ ഭരണഘടന. അൽ ജിഹാദ് സബീലുന, ജിഹാദാണ് നമ്മളുടെ മാർഗം. അൽ മൗത്ത് ഫി സബീലില്ല അസ്മ അമാനീന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിക്കൂ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നതാണ് ഇഖ്വാൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ. ഇത് തന്നെയാണ് ഒരുപക്ഷെ ഇഖ്വാൻ്റെ തുടക്കവും അവസാനം വരെയുള്ള ജീവിതത്തിൽ നമുക്ക്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഇഖ്വാൻ മുസ്ലിമൂൻ്റെ ജീവിതത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഒരു ആശയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്വാൻ ഒരു പ്രവർത്തന രീതികളെ 3 തലങ്ങളിലായി അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് കാണാം. ഒന്ന്, ഇഖ്വാൻ്റെ ഒന്നാമത്തെ പ്രവർത്തന രീതി പ്രസ്ഥാനത്തെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, പ്രബോധിതരെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ആരെയാണോ നമ്മൾ പ്രബോധനം ചെയ്യുന്നത് അവരെയും കൂടി ഒരു പൊതുവായ പ്ലാറ്റ്ഫോമിലേക്ക് സംഘടിപ്പിക്കുവാൻ നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്, അതിനാവശ്യമായ പദ്ധതികൾ, സ്ട്രാറ്റജികൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇതാണ് സംഘടിതമായി പോവേണ്ട ഒരു മൂവ്മെൻറ്റിൻ്റെ പ്രധാന ദൗത്യം, പ്രവർത്തന രീതിയായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം മുസ്ലിം വ്യക്തി, പിന്നെ മുസ്ലിം കുടുംബം, പിന്നീട് മുസ്ലിം സമൂഹം, അതിനുശേഷം മുസ്ലിം ഭരണകൂടം, തുടർന്ന് ഇസ്ലാമിക ഗവൺമെൻറ്റിൻ്റെ രൂപീകരണം, അതായത് ഖിലാഫത്തിൻ്റെ പുനഃസ്ഥാപനം എന്ന രീതിയിലാവണം നമ്മളുടെ വളർച്ച.
അതൊരു ഗ്രാജുവലായി വളരേണ്ട, പടിപടിയായി വളരേണ്ട ഒന്നായിട്ടാണ് ഷെയ്ഖ് ഹസൻ ബന്ന മുന്നോട്ട് വെച്ചത്. അതിന് 3 യോഗ്യതകൾ ഓരോരുത്തർക്കും ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നാമത്തത് ആഴമുള്ള ഈമാൻ, രണ്ടാമത്തത് സൂക്ഷ്മമായ സംഘാടനം, മൂന്നാമത് നിരന്തരമായ പ്രവർത്തനം. ഈ 3 കാര്യങ്ങളിലും ഇഖ്വാനികളായ എല്ലാവരിലും നമുക്കത് കാണുവാൻ കഴിയും. അതായത് എത്ര വലിയ, നമുക്ക് ചില അധ്യാപകർ എനിക്കുണ്ടായിരുന്നു ശാന്തപുരത്ത്. അവർ പെൻസിൽ എടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഡ്രോ തുറക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമ്മൾ ചോക്ക് എഴുതാൻ എടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന അധ്യാപകർ. ഏത് നിമിഷത്തിലും അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് മാത്രം തുടങ്ങുന്ന, അൽഹംദുലില്ലാ കൊണ്ട് വർത്തമാനം അവസാനിപ്പിക്കുന്ന പ്രവർത്തകർ, ഏത് സാഹചര്യത്തിലും എന്തിനും തയ്യാറാവുന്ന പ്രവർത്തകർ. അദ്ദേഹം പലപ്പോഴും സംഘങ്ങളായി ഇവരെ പെതുക്കെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ക്യാമ്പുകൾ ഇടക്കിടക്ക് സംഘടിപ്പിക്കും. യാത്ര പോയിട്ട് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ആ ക്യാമ്പുകളിൽ അവിടെ ഈമാനുപരമായ വിഷയങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള ചർച്ചകൾ നടത്തും. ഇതായിരുന്നു ഇഖ്വാൻ്റെ തർബിയത്തിൻ്റെ പ്രധാന ഗുണങ്ങളെന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം സൂക്ഷ്മമായ സംഘാടനമാണ്. പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞിരുന്ന 2 കാര്യങ്ങൾ: നിങ്ങൾക്ക് 2 ജോലികൾ ഉണ്ടാവണം. ഒന്ന്, നിങ്ങളുടെ പ്രധാന ജോലി, ഒരുപക്ഷെ ഗവൺമെൻറ് ആയിട്ട് കിട്ടിയ ജോലിയോ പ്രൈവറ്റായിട്ട് സ്ഥാപനം ലഭിക്കുന്ന ജോലിയോ നിങ്ങൾക്കുണ്ടാവണം. രണ്ടാമത്തത്, നിങ്ങൾ മറ്റൊരു ജോലിയിലും കൂടി കഴിവുള്ളവരാവണം. ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് ആദ്യ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും കൂടെയുള്ളവരും കഷ്ടപ്പെടാൻ പാടുള്ളതല്ല. നിങ്ങൾ എന്തിനും തയ്യാറാവണം. ഏത് സാഹചര്യത്തെയും ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് മറ്റൊരു സ്കില്ലും കൂടി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അത് സൂക്ഷ്മമായി പ്രവർത്തകരോട് തന്നെ അദ്ദേഹം ഈ തരത്തിലുള്ള ഉപദേശങ്ങൾ നടത്തുന്നതായി നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ നിരന്തരമായ പ്രവർത്തനങ്ങളില്ലെങ്കിൽ നമ്മുടെ കഴിവുകൾക്ക് തുരുമ്പ് വന്നു പോകും. അതുകൊണ്ട് നമ്മളൊരു സംഘടനയെ നയിക്കുകയാണെങ്കിൽ നിരന്തരമായ പ്രവർത്തകർക്ക് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് പണികൾ കൊടുക്കുന്നത് കാണാം. സ്വാഭാവികം തന്നെ അസ്വാരസ്യങ്ങൾ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി അവർക്ക് നിരന്തരം വർക്ക് കൊടുത്തുകൊണ്ട് പ്രവർത്തനങ്ങളിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഒരുപക്ഷെ ആ മെത്തേഡായിരിക്കാം ഷെയ്ഖ് ഹസൻ ബന്നയും സ്വീകരിച്ച് പ്രവർത്തകർക്ക് നിരന്തരം പണി കൊടുത്തുകൊണ്ട് ഒരുപാട് വർക്കുകൾ കൊടുത്തുകൊണ്ട് അവരെ പ്രവർത്തനത്തിൽ മുഴുവിപ്പിക്കുക. അത് ഈമാനിൻ്റെ ഭാഗമാക്കി മാറ്റുക. സാമൂഹ്യ സേവനം ദൈവാരാധനയാണെന്ന് പറയുന്നത് മാത്രമല്ലല്ലോ, ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ മാറുക. ആ തരത്തിൽ നിരന്തരമായ പ്രവർത്തനം വേണ്ടി വന്നു. അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞത് വേണ്ടി വന്നാൽ ആയുധം പോലും എടുക്കാൻ നമുക്ക് കഴിയണം. കാരണം ഇസ്ലാമിൻ്റെ മാർഗത്തിൽ പലരും ചോദിക്കുന്നു, അദ്ദേഹം പറയുന്നുണ്ട്, ലക്ഷ്യ സാക്ഷാത്കാരത്തിൻ്റെ മാർഗത്തിൽ ഇഖ്വാൻ ബലം പ്രയോഗിക്കുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ടെന്ന്. അദ്ദേഹം പറയുന്നത്, ശക്തി ഇസ്ലാമിൻ്റെ ചിഹ്നമാണ്. അഖീദയുടെ 1-ാം ഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ ശക്തി, അടുത്ത ഘട്ടത്തിൽ ഐക്യത്തിൻ്റെ ശക്തി, അത് രണ്ടിനും ശേഷം ആയുധശക്തി. മറ്റൊരു മാർഗം ഫലപ്രദമല്ലെന്നും ഈമാനിൻ്റെയും ഐക്യത്തിൻ്റെയും ശക്തി തങ്ങൾ സംഭരിച്ചു കഴിഞ്ഞിരുന്നുവെന്നും ബോധ്യപ്പെടുമ്പോൾ ഇഖ്വാൻ മുസ്ലിമൂൻ ആയുധശക്തി പ്രയോഗിക്കുന്നതായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത് ഫലസ്തീൻ വിഷയം വരുമ്പോൾ ഫലസ്തീനു വേണ്ടി മാത്രം അൻ-നിളാമുൽ ഖാസ്, സ്പെഷ്യൽ സംഘടന എന്ന രീതിയിൽ അദ്ദേഹം ഒരു സംഘടന ഉണ്ടാക്കുകയും മാർഷൽ ആർട്സ് പ്രധാന ഭാഗമായി തിരഞ്ഞെടുക്കുകയും ആ സംഘടന 1948 ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ അറബികളുടെ പ്രധാന റെജിമെൻ്റായി മാറുന്നതും കാണാം. അതാണ് പറഞ്ഞ ആവശ്യമെങ്കിൽ അദ്ദേഹം ഞങ്ങൾ ആയുധം എടുക്കുമെന്ന് പറയും. അത് അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷെ ആദ്യം അതിനു മുമ്പ് പറഞ്ഞത് എന്താണ്? ആദ്യം വേണ്ടത് അഖീദയുടെ 1-ാമത്തെ ഘട്ടം വിശ്വാസത്തിൻ്റെ ശക്തിയാവണം. 2-ാമത്തെ ഘട്ടം ഐക്യത്തിൻ്റെ ശക്തിയാവണം. വിശ്വാസവും ഐക്യമില്ല എങ്കിൽ ഒരു സായുധപരമായ ഒരു നീക്കത്തിന് ഒരു അടിത്തറയും ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ കൂടെ തന്നെ നയസമീപനങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. അദ്ദേഹം ചിന്തിച്ച പല രീതികളും മുസ്ലിം രാഷ്ട്രങ്ങളിൽ കടന്നു കയറുന്ന സർവ്വരാഷ്ട്രങ്ങളും അതിക്രമികാരികളാണ്. ഒരിക്കലും ഒരു കൊളോണിയൽ പവറിനെ അംഗീകരിക്കുവാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. അവരുടെ ആക്രമണത്തിന് തടയിടണം. അധിനിവേശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ മുസ്ലിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് കൊളോണിയലിസത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പൊതുവായ നിലപാട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഇന്ത്യയിൽ കണ്ടതുപോലെ അദ്ദേഹം പറഞ്ഞ ഈ ബ്രിട്ടീഷുകാരോട് ഈജിപ്റ്റ് വിട്ടു പോകാൻ അദ്ദേഹം കൽപ്പിക്കുന്നത് കാണാം. ഓരോ വീട്ടുകാരോടും നമ്മൾ ഇന്ത്യയിൽ കണ്ടതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുവാനുള്ള ഉണ്ടായതുപോലെ ഈജിപ്തിലും
ഇഖ്വാൻ മുസ്ലിമൂനും ഷെയ്ഖ് ഹസനുൽ ബന്നയും ഓരോ പ്രവർത്തകരോടും ഈജിപ്ഷ്യൻ സമൂഹത്തോടും ഇവരുടെ വിദേശ സംസ്കാരം ഒഴിവാക്കാനും ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കാനും ആഹ്വാനം ചെയ്യുന്നതായി കാണാം. അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷ് അഭിവാദന രീതി, അവരുടെ വേഷവിധാനം, പ്രവൃത്തി സമയം, ഈ ഭക്ഷണ രീതികൾ, ഭാഷ, ചരിത്രം എന്നിവയിലെല്ലാത്തിലും പാശ്ചാത്യ സംസ്കാരം, പ്രത്യേകിച്ച് ഫ്രഞ്ച് ബ്രിട്ടീഷ് സംസ്കാരം ശക്തമായി പിടിമുറിക്കുന്ന കാലത്തിൽ അതൊക്കെ മാറ്റിക്കൊണ്ട് ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി സൂക്ഷിക്കണം എന്ന് പറയുന്നതായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തന കാലങ്ങളിൽ കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ നാഷണലിസത്തെ, ദേശീയതയെ ശക്തമായി എതിർക്കുന്ന ഒരു ഹസനുൽ ബന്നയെ നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നു, രക്തബന്ധത്തെക്കാളും ദേശബന്ധത്തെക്കാളും മുസ്ലിങ്ങൾക്ക് പ്രധാനം ആദർശബന്ധം തന്നെയാണ്. ഖുർആൻ അവതരിപ്പിക്കുന്ന ഇസ്ലാമിക സാഹോദര്യത്തിന് മുമ്പിൽ ദേശീയതയ്ക്ക് യാതൊരു നിലനിൽപ്പുമില്ല. അതേ അവസരം നാം ജനിച്ച നാടിനെയും അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. നാം ജനിച്ച നാടിനെ സ്നേഹിക്കുകയും അതിന് സേവനങ്ങൾ അർപ്പിക്കുകയും ഒക്കെയാണ് ദേശീയത കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇസ്ലാം അതിനൊരിക്കലും എതിരുമല്ല. ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയുടെ ഭാഗമാണത്. എന്നാൽ ജനിച്ച പ്രദേശത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക് നോക്കാനാവാത്ത സമീപനത്തോട് ഇസ്ലാം ഒരിക്കലും യോജിക്കുന്നില്ല. ദേശീയത എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് മാത്രമാണ് എൻ്റെ ലോകം എന്ന് ചിന്തിക്കുന്നത് ഒരു മുസ്ലിമിന് ശരിയല്ല എന്ന് പറഞ്ഞ ആളും കൂടിയിട്ടാണ്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ കാണാൻ കഴിഞ്ഞ പോലെ മഖ്ദൂമുമാർ ഒരു വിദേശ അക്രമത്തിനെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. കാരണം ദേശസ്നേഹം അത് ദേശത്തോടും ദേശത്തിലെ ജനങ്ങളോടുമുള്ള സ്നേഹം വിശ്വാസത്തിൻ്റെ ഘടകമായിട്ട് മുസ്ലിങ്ങൾ കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലപാട് തന്നെയാണ് നമുക്ക് ഇമാം ഹസനുൽ ബന്നയും ഈ കൊളോണിയലിസത്തോടും പ്രത്യേകിച്ച് ദേശീയതയോടൊക്കെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം ഇങ്ങനെ വളരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഫലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ അധിനിവേശങ്ങൾ തുടക്കമിടുന്നു. അവിടേക്ക് മൈഗ്രേഷൻ, ആലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്രായേലി മൈഗ്രേഷൻ 1910, 20, 30 അങ്ങോട്ട് വരുന്നു. അതിനിടയിൽ ബാൾഫർ ഡിക്ലറേഷൻ 1917 ഉണ്ടാകുന്നു. ബാൾഫർ ഡിക്ലറേഷൻ ഉണ്ടായതിനു ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫലസ്തീനികൾക്ക് ഒരു ജൂയിഷ് ഹോംലാൻഡ് പ്രഖ്യാപിക്കുന്നു, പ്രോമിസ് ചെയ്യുന്നു. അതാണ് ബാൾഫർ ഡിക്ലറേഷൻ. അതിനെതിരെ ശക്തമായി ഇദ്ദേഹം പ്രതികരിക്കുന്നത് കാണുവാൻ കഴിയും. അന്നദീർ പോലുള്ള ചില പത്രങ്ങൾ വാരികൾ ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ഇഖ്വാൻ മുസ്ലിമൂൻ എന്ന് പറയുന്ന ഒരു പത്രം ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് കാണാൻ കഴിയും. അതായത് ലിറ്ററേച്ചറിലൂടെ, പത്രപ്രസിദ്ധീകരണങ്ങളിലൂടെയും ഒരു തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, മറ്റൊരിടത്ത് സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ മീഡിയകളിലൂടെയും ലിറ്ററേച്ചറിലൂടെയും ഇസ്ലാമികമായിട്ടുള്ള ബോധം, ദഅവത്തും ഇസ്ലാഹും രാഷ്ട്രീയ ബോധവും പ്രചരിപ്പിക്കുവാനും കൂടി ഷെയ്ഖ് ഹസനുൽ ബന്ന ശ്രമിക്കുന്നത് കാണാം. ഇതിൻ്റെ കൂടെ വേറെ 2 സംഭവങ്ങൾ പ്രധാനമായി ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട സംഭവങ്ങളാണ്. 1941 ഒരു ഇലക്ഷനിൽ പങ്കെടുക്കുവാൻ ഇദ്ദേഹം തീരുമാനിക്കുന്നു. 1941 ഈ ഇലക്ഷനിൽ പങ്കെടുക്കുവാൻ തീരുമാനിക്കുന്നതോടുകൂടി നിങ്ങൾക്കറിയണം, അന്ന് അസർ യൂണിവേഴ്സിറ്റിയിലേക്ക് 5 ലക്ഷം പ്രധാന മെമ്പേഴ്സ് ഇഖ്വാൻ മുസ്ലിമൂന് മാത്രം ഉണ്ടായി വരുന്നു. 5 ലക്ഷത്തോളം. ഈജിപ്തിലാകെ, കൈറോയിലും ഈ പറയുന്ന ഇസ്മായിലിൽ തുടങ്ങി ഈജിപ്തിലും ഒട്ടുമിക്ക അറബ് രാഷ്ട്രങ്ങളും ഇഖ്വാൻ മുസ്ലിം ഓൾറെഡി തന്നെ പടർന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം മൊണാർക്കിയാണ് ഭരിക്കുന്നത്. നഖ്രാഷി എന്ന് പറയുന്ന രാജാവാണ്. അവർക്കൊക്കെയും പ്രധാനപ്പെട്ട വില്ലനായിട്ട് ഇദ്ദേഹം മാറുന്നു. അപ്പോൾ ഇദ്ദേഹം ഇലക്ഷനിൽ കൂടി പങ്കെടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ബ്രിട്ടീഷ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ ബ്രിട്ടീഷ് അനുകൂല ഭരണകൂടത്തിനെതിരെ ഇലക്ഷനിൽ വരികയും ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർക്ക് നല്ല ധാരണയുണ്ട്. ആ സാഹചര്യത്തിലാണ് 1941 ഇലക്ഷനിൽ പങ്കെടുക്കുകയും ഈ ഇലക്ഷനിൽ അദ്ദേഹത്തെ തടയുവാൻ വേണ്ടി അന്നത്തെ പ്രധാന ഭരണാധികാരി നഹാസ് പാഷ എന്ന് പറയും, അയാൾ ഇദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുന്നു. പല രീതിയിൽ നിങ്ങൾ തടഞ്ഞില്ല എങ്കിൽ നിങ്ങളെ ബാൻ ചെയ്യേണ്ടി വരും, ബ്രിട്ടീഷുകാരുടെ സഹായത്തോട് നിങ്ങൾ അടിച്ചു നിൽക്കേണ്ടി വരുമെന്നുള്ള വർത്തമാനം ഉണ്ടാകുമ്പോൾ, എന്നാൽ ശരി, ഞാൻ ഇലക്ഷനിൽ നിന്ന് പത്രിക പിൻവലിക്കാം, എനിക്ക് ചില ഉപാധികളുണ്ട്, അത് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഞാൻ പത്രിക പിൻവലിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഉപാധി എന്താണെന്ന് ചോദിക്കുന്നു. അദ്ദേഹം പറയുന്ന ഉപാധികൾ 4 ഉപാധികളാണ് നഹാസ് പാഷയുടെ മുമ്പിൽ ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. 1, വ്യഭിചാരം നിരോധിക്കുക. 2, അറബി ഭാഷയെ എല്ലാ ഔദ്യോഗിക അനൗദ്യോഗിക സ്ഥാപനങ്ങളിലും മെയിൻ ഭാഷയായി തിരഞ്ഞെടുക്കുക. കാരണം അന്ന് ഫ്രഞ്ച് ബ്രിട്ടീഷ് ഭാഷകൾക്കായിരുന്നു സ്വാധീനമുണ്ടായിരുന്നത്. 3, മദ്യനിരോധനം ഏർപ്പെടുത്തുക. 4, ഇസ്ലാമിക ആഘോഷങ്ങൾ ഔദ്യോഗികമായി കൊണ്ടാടാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുക. അവസാനം നഹാസ് പാഷയ്ക്ക് ഈ കാര്യങ്ങൾ 3 അംഗീകരിക്കേണ്ടി വന്നപ്പോൾ അതിനുശേഷം മാത്രമാണ് ഇദ്ദേഹം പത്രിക പിൻവലിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു ഇലക്ഷൻ
ഒന്ന് കാൻഡിഡേറ്റ്സ് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം എന്ത് നേട്ടമാണ് ഈജിപ്ഷ്യൻ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് ഇസ്ലാമിക വിഷയത്തിൽ ഉണ്ടായതെന്നാണ് ഇതിൻ്റെ അർത്ഥം. അതിൻ്റെ കൂടെ തന്നെ 1944 മറ്റൊരു ഇലക്ഷൻ ഇദ്ദേഹം പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെയും ഇദ്ദേഹത്തിന് പലതരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഇദ്ദേഹം പിൻവലിയുന്നില്ല. അവസാനം ഇലക്ഷനിൽ കൃത്രിമം നടത്തിക്കൊണ്ട് ഇദ്ദേഹത്തെ ഒഴിവാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഭരണകൂടം കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇതാണ് പിന്നീട് ഈ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ജനസ്വാധീനമാണ് കാണിക്കുന്നത്. അങ്ങനെ 1948 ആ യുദ്ധമുണ്ടാവാനുള്ള പശ്ചാത്തലം ഉണ്ടാവുന്നു. 48 അവരെ ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു. ഇസ്രായേലും ഇഖ്വാനുമായും നല്ല ബന്ധമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ എല്ലാ നീക്കങ്ങൾക്കെതിരെയും ശക്തമായ നയനിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് ഇഖ്വാൻ. ഇഖ്വാൻ്റെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഓൾറെഡി ഫലസ്തീനിൽ അവിടെ എത്തുകയും ഇസ്രായേലിനെതിരെ ആംഡ് സായുധ റെസിസ്റ്റൻസ് നിയന്ത്രിക്കുകയും ചെയ്യുന്നവരെ നമുക്ക് കാണാമായിരുന്നു. ഒരുപാട് പേർ ഓൾറെഡി തന്നെ ഫലസ്തീനെത്തിയിരുന്നു. ഇവിടെ ഈജിപ്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിരോധം അവർ ചേർത്തിരുന്നു. യഹൂദരായ ധനികരുടെ കടകളിൽ ഇവർ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇവർക്കെതിരെ അന്നാറുവ ദിമാർ ഫി ഫിലസ്തീൻ എന്ന് പറയുന്ന യഹൂദരുടെ അക്രമങ്ങളെ ചൂണ്ടിക്കാട്ടുന്ന കിതാബ് ഇവർ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. അത് ഈജിപ്തിലാകെ കോളിളക്കം സൃഷ്ടിച്ചു. അതിൻ്റെ കൂടെയാണ് 48 ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ഇഖ്വാൻ ഷെയ്ഖ് ഹസൻ ബന്ന പ്രഖ്യാപിക്കുന്നത്, ഞങ്ങൾ ഫലസ്തീന് വേണ്ടി 10,000 ഫിദായിങ്ങളെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ പിന്നീട് നമുക്ക് കാണാം അല്ലാമ യൂസുൽ കർലാവിയുടെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ യുദ്ധത്തിലേക്ക് പങ്കെടുക്കുവാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്നത്. കുട്ടികളടക്കം വന്ന് പലരെയും ഇദ്ദേഹം രജിസ്റ്റർ ചെയ്യാതെ തിരിച്ചു വിടുകയായിരുന്നു. അവസാനം 10,000 പേരെ നോട്ട് ഡൗൺ ചെയ്യുകയും ഈ 10,000 പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ യുദ്ധത്തിൽ അറബികൾക്കൊപ്പം പോവുകയും ചെയ്യുന്നത്. പക്ഷേ 1948 ജൂണിൽ അവിടെ പെട്ടെന്ന് അറബ് സംഖ്യം അവർ സീസ് ഫെയർ പ്രഖ്യാപിക്കുകയും തിരിച്ചു വരികയുമാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന നഖ്രാസി ഭാഷ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി ഇഖ്വാനെ നിരോധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇഖ്വാൻ്റെ സാന്നിധ്യം ബ്രിട്ടീഷുകാർക്ക് വെല്ലുവിളിയായിട്ട് അവർക്ക് മനസ്സിലാക്കുകയും ഓരോരോ ഇഖ്വാനുകളെയും പിക്ക് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുവിടുകയും ഒരുപാട് പേരെ വധിച്ചു കളയുകയും ചെയ്യുന്ന സാഹചര്യം ആ ഒരു പശ്ചാത്തലത്തിലുണ്ടാവുന്നു. അങ്ങനെ അദ്ദേഹം 1949 മുമ്പ് എല്ലാ ഇഖ്വാനുകളും ഒട്ടുമിക്ക ഇഖ്വാനുകൾ ജയിലാവുകയും പലരെ നാടുകടത്തുകയും കൊല്ലുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം മാത്രം ഒറ്റയ്ക്കാവുകയും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒഫീഷ്യലായി തന്നെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ആയുധത്തിൽ നിന്ന് ആയുധം പിടിച്ചു വാങ്ങുകയും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വണ്ടികളടക്കം പിടിച്ചെടുക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് പൊതു ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയുണ്ടായി. അവിടെ വെച്ച് 1949 ഫെബ്രുവരി 12 ബസ്സിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഏറ്റെടുക്കുവാൻ ഒരു ഇഖ്വാനുകൾ പോലും പുറത്തുണ്ടായിരുന്നില്ല. അവസാനം വയസ്സനായ അദ്ദേഹത്തിൻ്റെ വാപ്പയാണ് ഷെയ്ഖ് ഹസൻ ബന്നയെ വാരിക്കൊണ്ട് പോകുന്നത്. ആ ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഷഹാദത്താണ് ഈജിപ്ഷ്യൻ സൊസൈറ്റിയിലെ മറ്റൊരു നിർണായക നിമിഷമായി മാറുന്നത്. അതുവരെ ഇഖ്വാനോട് ബന്ധമില്ലാതിരുന്ന സയ്യിദ് ഖുതുബ് അദ്ദേഹം ഈ ഒരു വാർത്ത അറിയുന്നത് വളരെ നിർണായകമായ സാഹചര്യത്തിലാണ്. അദ്ദേഹം അമേരിക്കൻ ഒരു വിഭാഗത്തോടൊപ്പം ഷിപ്പിലായിരുന്നു. അവിടെ ആൾക്കാർ മധുര വിതരണം നടത്തുന്നത് കാണുന്നു ഷിപ്പിലിരുന്നു കൊണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട എതിരാളി കഥ തീർന്നിരിക്കുന്നു എന്ന് പറയുന്നതും അത് ഹസനുൽ ബന്നയെ കുറിച്ച് പറയുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അത് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വലിയ മാറ്റം വരുത്തുകയും നേരെ ഈജിപ്തിലെത്തുന്ന ആൾ ഇഖ്വാൻ ഓഫീസിലേക്ക് പോവുകയും ഇഖ്വാൻ മുസ്ലിമിൻ്റെ മെമ്പർഷിപ്പ് ഏറ്റെടുക്കുന്ന ചരിത്രമാണ് കാണുന്നത്. അത് ഇഖ്വാൻ്റെ മറ്റൊരു ചരിത്രത്തിലേക്ക് പോകുന്നതും അതൊരു വലിയൊരു വൈജ്ഞാനിക റെവല്യൂഷണറി മൊമെൻ്റായും മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ തരത്തിൽ ഒരുപാട് ഹസനുൽ ബന്നാമാരെ ഉണ്ടാക്കുവാനുള്ള നിമിഷമായിരുന്നു 1949 ഫെബ്രുവരി 12 സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഷഹാദത്തിലൂടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഷെയ്ഖ് ഹസനുൽ ബന്ന ഈജിപ്ഷ്യൻ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ലോക ഇസ്ലാമിക ചരിത്രത്തിൽ എന്ത് സ്വാധീനമാണ് ചെയ്യുന്നത് കാണാൻ കഴിയും. ഇന്ന് ഏകദേശം എല്ലാ അറബ് നാടുകളിലും ഹമാസ് ഇഖ്വാൻ്റെ ബ്രാഞ്ചാണ്. അന്നഹ്ല എന്ന് അറബ് സ്പ്രിംഗ് ഉണ്ടാക്കുകയും ആദ്യമായി ഇലക്ഷനിൽ ജയിക്കുകയും ചെയ്ത അന്നഹ്ല എന്ന റാഷണൽ കൺവെൻഷൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ഇഖ്വാൻ്റെ ബ്രാഞ്ചാണ്. അതുപോലെ തന്നെ
ഏകദേശം എല്ലാ ആഫ്രിക്കൻ അറബ് രാഷ്ട്രങ്ങളിലെയും പ്രധാന ഒന്നിൽ രാഷ്ട്രീയ കക്ഷിയായിട്ടോ പ്രതിപക്ഷ കക്ഷിയായിട്ടോ ഇപ്പോൾ നിലനിൽക്കുന്ന അധികവും ഇഖ്വാനികളാണെന്ന് കാണാം. യൂറോപ്പിൽ പല ഭാഗത്തും ഇസ്ലാമിക് സെൻ്ററുകൾ ഉണ്ടാക്കുന്നത് പലരും ഇഖ്വാനി ആശയങ്ങളുള്ള ആൾക്കാരാണ്. യൂറോപ്പിലെ ഇസ്ലാമിക നവജാഗരണത്തിന് നേതൃത്വം കൊടുക്കുന്ന താരിഖ് റമദാനെ പോലുള്ള പലരുടെയും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ അവർക്കൊക്കെയും ഇഖ്വാനി ബന്ധമുണ്ടെന്ന് കാണുവാൻ കഴിയും. അങ്ങനെ ആധുനിക ലോകത്ത് നമ്മളിവിടെ സൗത്ത് ഏഷ്യയിൽ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് പോലെ അതിനേക്കാളും വലിയൊരു റോൾ നമുക്ക് ഇഖ്വാൻ മുസ്ലിമിനെ കാണാൻ കഴിയും. ഷെയ്ഖ് ഹസൻ ബന്നയെ മൗലാന മൗദൂദി വളരെ ആദരവോടുകൂടി കാണുകയും അദ്ദേഹത്തിൻ്റെ ഷഹാദത്തിന് പല ഭാഗങ്ങളിലും എടുത്തു പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത്രത്തോളം ബന്ധം ജമാഅത്ത് ഇസ്ലാമിയും ഇഖ്വാൻ മുസ്ലിമും തമ്മിൽ ആദർശപരമായിട്ടുണ്ട് എന്നതാണ് ഈ ഒരു ചർച്ചയുടെ പ്രധാന കാമ്പ്. എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചർച്ചകളിലും നമ്മുടെ ചിന്തകളിലും ഇഖ്വാൻ മുസ്ലിമൂൻ എത്രത്തോളം ആഴത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും നമ്മുടെ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങൾ ഇടപെടലുകളിലും സംഘടിതപരമായ ബോധങ്ങളിലും ഇഖ്വാൻ മുസ്ലിമൂൻ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസൻ ബന്നയുടെ പങ്കും കൂടി മനസ്സിലാക്കുമ്പോഴാണ് നല്ലൊരു വിശ്വാസിയുടെ ഐഡൻറ്റിറ്റി എങ്ങനെ ആവണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.